आज की हिंदी कक्षा में सबको स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഹിന്ദി ഗ്രാമറിൽ വിശേഷണമാണ് എടുത്തുകൊണ്ടിരുന്നത്. വിശേഷൺ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. എന്തായിരുന്നു വിശേഷണം നമുക്കൊന്ന് ഓർത്തെടുക്കാം. വിശേഷൺ സംജ്ഞ या सर्वनाम की विशेषता प्रकट करता है. നൗണിനെയും പ്രൊനൗണിനെയും വിശേഷിപ്പിക്കുന്ന ശബ്ദങ്ങളെയാണ് വിശേഷണം എന്ന് പറയുന്നത്. വിശേഷണത്തെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പരിമാണവാചക വിശേഷൺ, ഗുണവാചക വിശേഷൺ, സംഖ്യാവാചക വിശേഷൺ, സർവനാമിക വിശേഷൺ. പരിമാണവാചക വിശേഷം എന്ന് പറഞ്ഞാൽ അളവിനെ സൂചിപ്പിക്കുന്നു. ഗുണവാചക വിശേഷം എന്ന് പറഞ്ഞാൽ ഗുണ, രംഗ്, ഭാവ്, ദശ, ആകാർ, സമയ, സ്ഥാൻ, ദിശ എന്നിവയെ സൂചിപ്പിക്കുന്നു. അതുപോലെ സംഖ്യാവാചക വിശേഷണം എന്ന് പറഞ്ഞാൽ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. സർവനാമിക വിശേഷം എന്ന് പറഞ്ഞാൽ സർവനാം വിശേഷണ രൂപത്തിൽ വരുന്നതിനെയാണ് സർവനാമിക വിശേഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംഖ്യാവാചക വിശേഷണെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നിശ്ചിത സംഖ്യാവാചക, അനിശ്ചിത സംഖ്യാവാചക. അതുപോലെ പരിമാണവാചക വിശേഷണത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നിശ്ചിത പരിമാണവാചക, അനിശ്ചിത പരിമാണവാചക. എന്തായിരുന്നു വിശേഷ്? എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതിനെയാണ് വിശേഷി എന്ന് പറയുന്നത്. ജിസ്കി വിശേഷത ബത്താത്തി ജായ് വ വിശേഷി കഹലാത്ത ഹെ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. വിശേഷണമൊക്കെ രൂപാന്തരം, എങ്ങനെയാണ് വിശേഷണത്തിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് വിശേഷിക്ക ലിംഗ് വചന ഒരു കാരയ്ക്ക് കാരണം വിശേഷണമേ വികാർ ഹോ ജാത്തെ ഹെ. അതായത് വിശേഷ്യത്തിൻ്റെ എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് അതിനെയാണ് വിശേഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലിംഗ് വചൻ അതുപോലെ കാരകത്തിനനുസരിച്ചാണ് അതിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില അകാരാന്ത ശബ്ദങ്ങളിൽ ഒരു മാറ്റവും വരില്ല. അതിനുദാഹരണമാണ് ഇവിടെ അപവാദം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. സറ, സിന്ദ, മൗജൂദ, ബടിയ, പേച്ചിത തുടങ്ങിയ ആയിൽ അവസാനിക്കുന്ന ചില ശബ്ദങ്ങളിൽ, ആ ദീർഘ ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളിൽ ഒരു മാറ്റവും വരില്ല എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പുല്ലിംഗ ഏകവചൻ, പുല്ലിംഗ ബഹുവചൻ, സ്ത്രീലിംഗയ്ക്ക് ധോനോ വചൻ. ചില ഉദാഹരണങ്ങൾ. അച്ഛ എന്ന് പറയുന്ന വിശേഷണ ശബ്ദം പുല്ലിംഗ ഏകവചനത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ ബഹുവചനത്തിലേക്ക് മാറ്റുമ്പോൾ അച്ഛേ, സ്ത്രീലിംഗ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അച്ചി. രണ്ട് വചനത്തിലും അങ്ങനെ തന്നെയാണ്. സ്ത്രീലിംഗത്തിൽ അച്ചി, രണ്ടിലും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ കാല, കാലേ, കാലി, നീല, നീലെ, നീലി, സ്വസ്ഥ, സ്വസ്തേ, സ്വസ്തി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, हिंदी में विशेषी के कारण अकारांत विशेषणों के रूपों में कोई परिवर्तन नहीं होता, जैसे सुंदर बालिका, सुंदर बालक आदि. लेकिन संस्कृत के गुणवाचक विशेषण में विशेषी के कारण कभी कभी परिवर्तन हो जाता है. जैसे ഹിന്ദിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സുന്ദർ നാരി എന്ന് ഹിന്ദിയിൽ ആണെങ്കിൽ അത് സംസ്കൃതത്തിൽ സുന്ദരി നാരി എന്നായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങൾ സംസ്കൃതത്തിലും ഹിന്ദിയിലും ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ ചഞ്ചൽ ബാലിക, അത് സംസ്കൃതത്തിൽ ചഞ്ചല ബാലിക എന്നായിട്ട് മാറും. അതുപോലെ തന്നെ ചില ശബ്ദങ്ങളിൽ വിശേഷി എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് അതിനാണ് വിശേഷം എന്ന് പറയുന്നത്. അതില്ലാത്ത ചില വാക്യങ്ങളിൽ ലുപ്ത വിശേഷിക്ക് വിശേഷണമേ ബി വികാർ ഹോത്താ ഹെ. അതായത് ചില വിശേഷങ്ങളില്ലാത്ത വിശേഷണ ശബ്ദങ്ങളിൽ മാറ്റങ്ങൾ വരും എന്നാണ് ഇവിടെ പറയുന്നത്. യഹ് വികാർ വിശേഷണക്ക് ലിംഗ് വചന ഒരു കാരയ്ക്ക് അനുസാർ അനുരൂപ് ഹോത്താ ഹെ. അതായത് വിശേഷണത്തിനനുസരിച്ചാണ്, അതിൻ്റെ ലിംഗ് വചനത്തിനനുസരിച്ചാണ് ഇവിടെ മാറ്റങ്ങൾ വരിക. അതായത് വിശേഷ്യ ശബ്ദങ്ങൾ ഇല്ലാത്ത സമയത്ത് വിശേഷണത്തിൻ്റെ ലിംഗം വചൻ കാരയ്ക്ക് അനുസാർ ഉസ്മേ പരിവർത്തൻ ഹോത്താ ഹെ. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഉത്തന കാവോ ജിത്ന പച്ചാസക്കോ. അതുപോലെ മറ്റൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഉത്തന ഹി ചലോ ജിത്നി ചൽ സക്തേ ഹോ. അപ്പോൾ ഇത് വിശേഷണ ശബ്ദങ്ങളുടെ ലിംഗ് വചനത്തിനനുസരിച്ചാണ് ഇവിടെ ഇത് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ വിശേഷി എന്ന പറയുന്ന ശബ്ദം ഇവിടെ ഇല്ല. അതായത് എന്തിനെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്ന ശബ്ദങ്ങൾ ഇവിടെ ഇല്ല, വിശേഷണ ശബ്ദം മാത്രമേ ഉള്ളൂ. ഉത്തന, അതുപോലെ ജിത്ന. അപ്പോൾ ഈ ശബ്ദങ്ങൾക്കാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിശേഷണത്തിൽ രൂപാന്തരം വരുന്നത്, മാറ്റങ്ങൾ വരുന്നത് നമ്മൾ പഠിച്ചു. ലിംഗം വചനം കാരകത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ചില ശബ്ദങ്ങളിൽ വിശേഷി ഉണ്ടാകത്തില്ല. അപ്പോൾ വിശേഷണത്തിൻ്റെ ലിംഗ വചനത്തിനനുസരിച്ചായിരിക്കും മാറ്റങ്ങൾ വരിക എന്ന് നമ്മൾ പഠിച്ചു. ചില സംസ്കൃത ശബ്ദത്തിൽ മാറ്റങ്ങൾ വരും, ഹിന്ദി ശബ്ദങ്ങളിൽ മാറ്റം വരില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചു.
അതുപോലെ ദീർഘ ആയിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല എന്നും നമ്മൾ ഇവിടെ പഠിച്ചു. ഇനി നമുക്ക് വിശേഷണോं की तुलना നോക്കാം. अदायद विशेषणों की तुलना की दृष्टि से विशेषणों की 3 अवस्थाएं मानी जाती हैं. അത് വിശേഷണത്തെ താരതമ്യം ചെയ്തുകൊണ്ട് വിശേഷണത്തെ താരതമ്യത്തെ അടിസ്ഥാനപ്പെടുത്തി 3 അവസ്ഥകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മൂലാവസ്ഥ, ഉത്തരാവസ്ഥ, ഉത്തമാവസ്ഥ. മൂലാവസ്ഥയെ പോസിറ്റീവ് ഡിഗ്രി എന്നും ഉത്തരാവസ്ഥയെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്നും ഉത്തമാവസ്ഥയെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നും ഇംഗ്ലീഷിൽ പറയും. ഇങ്ങനെ വിശേഷण की अवस्थाएं 3 प्रकार के हैं: മൂലാവസ്ഥ, ഉത്തരാവസ്ഥ, ഉത്തമാവസ്ഥ. അത് തുലനാക്കി ദൃഷ്ടി സെ വിശേഷण की തുലന എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യുക. താരതമ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ 3 അവസ്ഥകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് മൂലാവസ്ഥ എന്ന് നമുക്ക് നോക്കാം. जब विशेषण का प्रयोग सामान्य रूप से किया जाता है, उसकी तुलना नहीं की जाती है, तब उस अवस्था को മൂലാവസ്ഥ कहते हैं. ഇവിടെ മൂലാവസ്ഥയിൽ മറ്റ് വാക്കുകളായിട്ടോ അല്ലെങ്കിൽ ഒന്നുമായിട്ട് തുലനം ചെയ്യുന്നില്ല, താരതമ്യം ചെയ്യുന്നില്ല. ജബ് വിശേഷण का प्रयोग सामान्य रूप से എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ, മുഖ്യ രൂപം തന്നെ, പ്രധാനപ്പെട്ട രൂപം തന്നെ, അതിനെ മറ്റ് ശബ്ദങ്ങളുമായിട്ടോ അല്ലെങ്കിൽ വിശേഷ്യ ശബ്ദങ്ങളായിട്ടോ ഒന്നും താരതമ്യം ചെയ്യുന്നില്ല. അപ്പോൾ ആ അവസ്ഥയെയാണ് മൂലാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. റീന പടായി മേ തേസ് ഹെ. റീന പടായിൽ, അതായത് പഠിത്തത്തിൽ വളരെ സ്പീഡാണ്. അതിനൊരു ഉദാഹരണമാണ്. അത് ഒന്നിനെയും നമ്മൾ താരതമ്യം ചെയ്തിരിക്കുന്നില്ല. അതുപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞിട്ടുണ്ട്, റാം അച്ഛാ ലഡ്കാ ഹെ. മറ്റുള്ള ഒരു വ്യക്തിയുമായിട്ട് അതിനെ താരതമ്യം ചെയ്തിട്ടില്ല. അതുപോലെ കേല മീഠാ ഫൽ ഹെ. പഴം എന്ന് പറയുന്നത് വളരെ മധുരം നിറഞ്ഞ ഒരു പഴമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. വേറൊന്നിനുമായിട്ട് താരതമ്യം ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണോ ഉപയോഗിച്ചിരിക്കുന്നത്, വിശേഷണ ശബ്ദം എങ്ങനെയാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അത് അച്ഛ, മീട്ട, തേസ് എന്ന് പറയുന്നതാണ് ഇവിടെ വിശേഷണ ശബ്ദം. അതങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് മൂലാവസ്ഥ എന്ന് പറയുന്നത്. എങ്ങനെയാണോ അങ്ങനെ തന്നെ. ഇനി എന്താണ് ഉത്തമാവസ്ഥ? ഉത്തമാവസ്ഥ के अंतर्गत दो से अधिक വ്യക്തിയോ വസ്തുവോ തഥാ സ്ഥാനോं की तुलना की जाती है. അതായത് ഇതിനകത്ത് 2 അതിലധികമോ വ്യക്തികളുമായിട്ടും വസ്തുക്കളുമായിട്ട് താരതമ്യം ചെയ്യും. തഥാ കിസി എക്കോ സബ്സെ അച്ഛ യാ സബ്സെ ബുര കഹാ ജാത്ത ഹൈ. അതിലേതെങ്കിലും ഒരു വസ്തുവിനെ ഏറ്റവും നല്ലതെന്നും ഏറ്റവും മോശമുള്ളതെന്നും നമ്മൾ താരതമ്യം ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വാക്കുകളെയാണ് ഉത്തമാവസ്ഥ എന്ന് പറയുന്നത്. ജैसे राखी റീന और मीना में पढ़ाई में राखी सबसे अधिक तेज है. അതായത് ഇവിടെ राखी റീന और मीना में पढ़ाई में राखी सबसे अधिक तेज है. അതായത് രാഖി എന്ന് പറയുന്ന കുട്ടി മറ്റു കുട്ടികളെക്കാൾ പഠിത്തത്തിൽ വളരെ മുന്നിലാണ്, വളരെ സ്പീഡാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 അതിലധികമോ വസ്തുക്കളോ അല്ലെങ്കിൽ വ്യക്തികളുമായിട്ട് താരതമ്യം ചെയ്തു, ഒരു വ്യക്തിയെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്തു. അങ്ങനത്തെ വാക്കുകളെയാണ് നമ്മൾ ഉത്തമാവസ്ഥ അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണം ഗംഗ സബ്സെ പവിത്ര നദി ഹെ. കണ്ടില്ലേ? ഗംഗ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പവിത്രമായ ഒരു നദിയാണ്. അതുപോലെ തന്നെ അമേരിക്ക സബ്സെ സമ്പന്ന ദേശ് ഹെ. അമേരിക്ക എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ ഒരു ദേശമാണ്. അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് നദികളുമായിട്ടാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഉത്തമാവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയെയാണ് ഉത്തമാവസ്ഥ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഉത്തരാവസ്ഥ? നമുക്ക് നോക്കാം. उत्तर अवस्था के अंतर्गत 2 व्यक्तियों 2 वस्तुओं और 2 स्थानों में तुलना की जाती है. ഈ അവസ്ഥയിൽ 2 വ്യക്തികൾ, 2 വസ്തുക്കൾ അല്ലെങ്കിൽ 2 സ്ഥലങ്ങളെയാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്. ജैसे റീന मीना से पढ़ाई में अधिक तेज है. റീന മീനയേക്കാൾ പഠിത്തത്തിൽ വളരെ ഫാസ്റ്റാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഉദാഹരണം നോക്കാം. ഗംഗ യമുനാസെ ബഡി ഹെ. ഗംഗ നദി യമുനയേക്കാളും വലുതാണ്. കണ്ടില്ലേ? അതുപോലെ രാധ രമാസെ അധിക് സുന്ദർ ഹെ.
രാധ രാമയേക്കാളും സുന്ദരിയാണ്. അപ്പോൾ എന്താണ് മൂലാവസ്ഥ? അതായത് ഒറിജിനലായിട്ട് ഒന്നിനെയും താരതമ്യം ചെയ്യാതെ നമ്മൾ നേരെ നൽകുന്ന അവസ്ഥയെയാണ് മൂലാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ ഉത്തമാവസ്ഥ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ വ്യക്തികൾ, വസ്തുക്കൾ, സ്ഥലങ്ങളെ താരതമ്യം ചെയ്യുന്നു. അതിൽ ഒരു വ്യക്തിയെ നല്ലതെന്നും മോശമുള്ളതെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഉത്തമാവസ്ഥ. ഉത്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളോ വസ്തുക്കളെയോ സ്ഥലങ്ങളെയോ താരതമ്യം ചെയ്യുന്നു. അതിനെയാണ് ഉത്തരാവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിശേഷണോं की വ്യുത്പത്തി നോക്കാം. कुछ विशेषण मूलतः വിശേഷൺ ഹി ഹോത്തെ ഹെ. ചില ശബ്ദങ്ങൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഹിന്ദിയിൽ. കുച്ച് വിശേഷൺ മൂലതഃ വിശേഷൺ ഹി ഹോത്തെ ഹെ. അത് വിശേഷങ്ങളായിട്ട് മാത്രമാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് കാല. കാല എന്ന് പറയുന്നത് വിശേഷണ ശബ്ദം മാത്രമാണ്. അതിന് വേറെ മറ്റൊരർത്ഥമോ മറ്റൊരു സന്ദർഭത്തിൽ അത് ഉപയോഗിക്കില്ല. അതുപോലെ ലംബ, ഊഞ്ച, മോട്ട തുടങ്ങിയ ശബ്ദങ്ങൾ എപ്പോഴും വിശേഷണ ശബ്ദങ്ങളായിരിക്കും. അടുത്തത് पर कुछ विशेषण संज्ञा सर्वनाम अथवा क्रिया से बनाए जाते हैं. ചില വിശേഷണ ശബ്ദങ്ങൾ നൗണ്, പ്രൊനൗണ്, അതുപോലെ ക്രിയ, വെർബ് അതുകൊണ്ടൊക്കെ ഉണ്ടാക്കപ്പെടുന്നുണ്ട് ചില വിശേഷണ ശബ്ദങ്ങൾ. വിശേഷൺ बनाने के लिए इन शब्दों के साथ कुछ प्रत्यय लगाए जाते हैं. അപ്പോൾ വിശേഷണ ശബ്ദമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ, അതായത് ഈ നൗണിൻ്റെ, പ്രൊനൗണിൻ്റെ, അതുപോലെ വെർബിൻ്റെ കൂടെ ചില പ്രത്യയങ്ങൾ നമ്മൾ ചേർക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അപ്രകാരമുള്ള ശബ്ദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ധർമ്മ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ ഇക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യയം ചേർക്കുകയാണെങ്കിൽ ധർമ്മ എന്ന് പറയുന്ന വാക്കിൻ്റെ ശബ്ദത്തിൻ്റെ വിശേഷണ ശബ്ദം ലിഖിയെ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇക്ക് ചേർക്കുക. ഇക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ധാർമ്മിക എന്ന് പറയുന്ന ശബ്ദം കിട്ടും. അപ്പോൾ ധർമ്മ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ വിശേഷണ ശബ്ദമാണ് ധാർമ്മിക്. അതുപോലെ ധിൻ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ ഇക്ക് ചേർത്താൽ ദൈനിക എന്ന് കിട്ടി, ദിവസം. അതുപോലെ സപ്താഹ്, സാപ്തഹിക്. അതുപോലെ തന്നെ തബ് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ വി എന്ന് പറയുന്ന പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തബ് എന്ന വാക്കിൻ്റെ വിശേഷണ ശബ്ദം ലഭിക്കും, തപസ്വി. അതുപോലെ മനസ്വി. അതുപോലെ തന്നെ യ, ഈ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വിശേഷണ ശബ്ദങ്ങൾ കിട്ടും. ഭാരത് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ വിശേഷണ ശബ്ദമാണ് ഭാരതീയ. അതുപോലെ ഗ്രാമ്യ. അതുപോലെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെ ഇത് ചേർത്താൽ വ്യതിത്. അതുപോലെ തന്നെ ഈ എന്ന് പറയുന്ന പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രേമ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ കൂടെയാണ് ഈ ചേർത്തിരിക്കുന്നത്. അപ്പോൾ പ്രേമി, ധനി. അതുപോലെ വാൻ, മാൻ, ധനവാൻ, ബുദ്ധിമാൻ. അതുപോലെ ലാ ചേർത്ത് കഴിഞ്ഞാൽ രംഗീല. രാ ചേർത്ത് കഴിഞ്ഞാൽ ഹത്യാര. ആടി ചേർത്ത് കഴിഞ്ഞാൽ കിലാടി, കിലാടി. കേൽ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ വിശേഷണ ശബ്ദമാണ് കിലാടി. അതുപോലെ ലു, ദയ എന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മൾ ലു എന്ന് പറയുന്ന പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ ദയാലു, കൃപാലു. അപ്പോൾ നമ്മുടെ എക്സാമിന് ഒരു ശബ്ദം തന്നിട്ട് അതിൻ്റെ വിശേഷണ ശബ്ദം ലിഖി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രത്യയങ്ങളൊക്കെ ചേർത്താൽ നമുക്കതിൻ്റെ വിശേഷണ രൂപം ലഭിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സർവനാമം എങ്ങനെ അതിൻ്റെ വിശേഷണ രൂപം എങ്ങനെയാണ്? തുമാര, തുംസ, ഹംസ, ഹമാര, മേ, മുജ്സെ, കോൻ, കൈസ, ആപ്, ഹബ്സ, യ, ഏസ. അപ്പോൾ ഇതൊന്നും നമ്മൾ പ്രത്യയങ്ങൾ ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അതിൻ്റെ വിശേഷണ ശബ്ദം എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ടതാണ്. തുമാര, ഹംസ, മേ, മുജ്സെ, കോൻ, കൈസ, ആപ്, ഹബ്സ, യഹ്, ഏസ. അതുപോലെ തന്നെ ക്രിയാശബ്ദം സെ വിശേഷണോ കി രചന. ചില ക്രിയാശബ്ദങ്ങൾ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് ക്രിയ. അപ്പോൾ ഇവിടെ തേർന, ഭൂൽന, ചലന, ലഡ്ന, പഠന, കേൽന എന്ന് പറയുന്ന ക്രിയകൾ എങ്ങനെ വിശേഷണ ശബ്ദമാക്കി മാറ്റി നോക്കാം. തേർന, തേരാക്ക് എന്നാണ് പറയുക. ഭൂൽന, ഭൂൽക്കട്ട്. ചലന, ചാലു. ലഡ്ന, ലഡാക്കു. പഠന, പടാക്കു. ഖേൽന, ഖിലാടി. അതുപോലെ പീछे, പിछली, ആകെ, അഗ്ല, നീച്ചെ, നിച്ല, ബാഹർ, ബാഹരി, ഊപ്പർ, ഊപ്പരി. അതുപോലെ തന്നെ
മൂന്നവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. മൂലാവസ്ഥ ദീർഘ എന്ന് പറയുന്ന മൂലാവസ്ഥ, അതിൻ്റെ ഉത്തരാവസ്ഥ ദീർഘതർ, ഉത്തമാവസ്ഥ ദീർഘതം. അപ്പോൾ ചില മൂലാവസ്ഥ, അതായത് ഒറിജിനൽ അവസ്ഥ അല്ലേ, ആ അവസ്ഥയുടെ കൂടെ നമ്മൾ തമ് ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉത്തരാവസ്ഥയും ഉത്തമാവസ്ഥയും കിട്ടി. പ്രിയ എന്ന് പറയുന്ന മൂലാവസ്ഥയുടെ കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിയതർ, തം ചേർത്ത് കഴിഞ്ഞാൽ പ്രിയധം. അതുപോലെ പ്രാചീൻ പ്രാചീനതർ പ്രാചീനതം, അധികതർ അധികതം, മഹാൻ മഹാനതർ മഹാനതം, കോമൾ കോമലതർ കോമലധം. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് മൂലാവസ്ഥയിൽ നിന്ന് ഉത്തരാവസ്ഥയിലേക്കും ഉത്തരാവസ്ഥയിൽ നിന്ന് ഉത്തമാവസ്ഥയിലേക്ക് നമ്മൾ മാറ്റുന്നത്. ചേർത്ത് കഴിഞ്ഞാൽ മൂലാവസ്ഥയുടെ കൂടെ നമ്മൾ തം എന്ന പ്രത്യയം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അവസ്ഥകളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വിശേഷണ രൂപമാക്കി മാറ്റണമെങ്കിൽ ഇക്ക്, യ, ഈ, വി, ഇത്, ഈ, വാൻ, മാൻ, ല, ര, ആടി, ലു തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വിശേഷണ ശബ്ദങ്ങളും കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് പഠിച്ചത് പ്രത്യേകം ഓർക്കുക. നമ്മൾ അവസ്ഥകളെക്കുറിച്ച് പഠിച്ചു. മൂലാവസ്ഥ, ഉത്തരാവസ്ഥ, ഉത്തമാവസ്ഥ, അതുപോലെ തന്നെ എങ്ങനെയാണ് വിശേഷണത്തിൽ മാറ്റങ്ങൾ വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ रूपांतर। तो आज की कक्षा सब लोगों को समझ में आए होंगे, ऐसा मैं आशा करता हूँ। धन्यवाद।